ഇന്നെങ്ങനെ പൊട്ടു. ഹായ് ഫ്രണ്ട്സ്, എംടെക്കിൻ്റെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗണ്ണാണ്, നമ്മൾ ലൈറ്റർ ഗണ്ണ് എന്നാണ്. അപ്പോൾ സംഭവം നമ്മൾ ലൈറ്ററൊക്കെ വെച്ചാണ് ഉണ്ടാക്കണം. സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കൊക്കെ പോണേലും മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കിടക്കുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ലൈറ്റർ ഗണ്ണ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ലൈറ്റർ എടുത്തേണ്ടത് വേണ്ട, ഇതുപോലത്തെ ഒരു ലൈറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മിനി മോട്ടർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു റബ്ബറിൻ്റെ കഷ്ണം എടുത്തേക്കണം. ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്ററിൻ്റെ ഇവിടെ ഒന്ന് ഫിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഇച്ചിരി പൊക്കത്തിലിരിക്കാൻ വേണ്ടിയാണ്. ആദ്യം തന്നെ നമ്മുടെ റബ്ബറിന്മ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഇത് രണ്ടും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ലൈറ്ററായിട്ട് നമ്മുടെ മിനി മോട്ടർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കണേന്. ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ലൈറ്ററും നമ്മൾ മിനി മോട്ടറായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യം ഇതുപോലത്തെ ഒരു മൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 3 ഇതുപോലത്തെ ടൈപ്പ് പിന്നുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പിന്നുകൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ കുറച്ച് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മളൊരു ഫെവിക്വിക്ക് ഉപയോഗിച്ചാണ് ഒട്ടിക്കണത്. നമുക്ക് കുറച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ നമ്മുടെ മൂടിയിൽ ഒരു വശത്ത് ഇങ്ങനെ ഒട്ടിക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ 3 എണ്ണവും ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് നമ്മുടെ അവസാനത്തെ സംഭവം കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 3 പിന്നുകളും നമ്മുടെ മൂടിയിൽ കറക്റ്റായിട്ട് ഏകദേശം ഒരു ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ 3 എണ്ണം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചെയ്തപ്പോൾ ഒരു കാര്യം വിട്ടുപോയിരുന്നു. നമ്മുടെ സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കണമെന്ന്. നമുക്ക് സെൻറ്ററിൽ എങ്ങനെയെങ്കിലും ഒരു ഹോൾ ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരു ലീഫ് ലെയർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ കഴിഞ്ഞതാണ് സംഭവം, മഷിയൊക്കെ തീർന്നാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള നിബുള്ള സാധനം എടുക്കണം. ഇപ്പോൾ അത്യാവശ്യം വലുതാണ്. നമുക്കിതൊന്ന് ഊരിയെടുക്കാം. വേണ്ട, ഇതുപോലത്തെ ഒരു നിബാണ് നമുക്ക് ആവശ്യം. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മഷിയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നമുക്ക് ശരിക്കും നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. നമ്മുടെ മഷിയൊക്കെ എന്തെങ്കിലും കോല എന്തെങ്കിലുമൊക്കെ ഇട്ട് കുത്തി സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നിബിൻ്റെ ഉള്ളിൽ ശരിക്കും നന്നായിട്ടൊന്ന് നമ്മുടെ മഷിയും ഇതൊക്കെ കളയാനായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കത്തിച്ച് കൊടുക്കണേന് സംഭവം. ഒന്ന് കത്തിച്ച് കൊടുക്കുമ്പോഴേക്കും ചെറുതായിട്ടൊക്കെ ഉരുകി വന്നോളും. ഫ്രണ്ട്സ്, നമ്മൾ ഇതുപോലെ തന്നെ 3 നിബ് എടുത്തിട്ടുണ്ട്. നമ്മൾ 2 വലിയ നിബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണം കിട്ടിയത് ചെറുതായിരുന്നു. അതായത് നമ്മൾ 2 ഉറുപ്പ് വെക്കണുള്ളൂ. നമ്മുടെ ഇത് കയറൂല, ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾ 2 എടുക്കണുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ നമ്മുടെ മൂടിയിൽ ഇതൊക്കെ ഒട്ടിച്ച് വെച്ചാൽ നമ്മുടെ മിനി മോട്ടറിലേക്ക് കയറ്റി വെക്കാം. നമ്മൾ നേരത്തെ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ടായി. നമുക്കൊന്ന് തള്ളി കയറ്റി കൊടുക്കാം. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട, ഇതുപോലെ കറക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് തീപ്പെട്ടി എടുത്തിട്ടുണ്ട്. ഏതാണ്ട നമ്മുടെ തീപ്പെട്ടി കൊള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പൊടിയൊന്ന് കുറച്ച് എടുക്കാനുണ്ട്. നമ്മുടെ പ്ലെയർ ഉപയോഗിച്ച് നമുക്കൊന്ന് കുറച്ച് എടുക്കണം. നമ്മൾ നേരത്തെ എടുത്ത പിന്നിലോട്ട് നിറയ്ക്കാനുള്ളതാണ്. നമുക്കിതുപോലെ തന്നെ കുറച്ചെണ്ണം എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് നമ്മുടെ മരുന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊന്ന് നമ്മുടെ എന്തെങ്കിലും പേന എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി പൊടിക്കാം. നമ്മൾ പൊടിച്ചെടുക്കണ്ടേ. കണ്ട, ഇതുപോലെ അങ്ങോട്ട് ചെറുതായിട്ട് അങ്ങനെ പൊടിച്ചിട്ടാൽ മതി. നമ്മുടെ ബുള്ളറ്റിലേക്ക് നമ്മുടെ വെടിമരുന്ന് ഇറക്കുന്ന പരിപാടിയാണ് ഇനി നടക്കാൻ പോകുന്നത്. നമുക്ക് കുറച്ച് കയ്യിലെടുക്കാം. സിമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കയറ്റി കൊടുക്കുക. ചെറുതായിട്ട് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അടി പൂക്കോളും. നമുക്കിതൊന്ന് നിറച്ചെടുക്കാം. അധികം മരുന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത്തിരിയൊക്കെ കൊടുത്താൽ മതി. ഇതുപോലെ അങ്ങോട്ട്. അപ്പോൾ നമ്മുടെ മരുന്ന് ഇതിൻ്റെ അകത്ത് നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേതിലും കുറച്ച് നിറച്ചൊക്കെ എടുക്കാം ഇതുപോലെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നിബിൽ നിറച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ സൂചിയിലേക്ക് അങ്ങോട്ട് കയറ്റി കൊടുക്കാം. അത് നമ്മുടെ പിന്നിലായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കയറ്റി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മറ്റേ ഇതിൽ നിറച്ച് വെച്ചിട്ടുണ്ടായി. നമുക്ക് ഇതും ഒന്ന് കയറ്റി കൊടുക്കാം. നമ്മൾ 2 ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെടി വെച്ച് പരീക്ഷിക്കാനുണ്ട്. നമുക്ക് അതിലേക്ക് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്കൊന്ന് വെടി വെച്ച് പരീക്ഷിക്കാനുണ്ട്. നമ്മുടെ ബുള്ളറ്റ് ഇരിക്കുന്ന വശം ഇവിടേക്കൊന്ന് ആക്കി വെക്കുക. നമുക്കൊന്ന് കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കത്തുമ്പോൾ തന്നെ ഇത് ചൂടായിട്ട് പെട്ടെന്ന് തന്നെ തെറിച്ചു കൊണ്ടായിരിക്കും. നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. നമ്മൾ വെടി വെക്കാൻ പോണേ.
ഇന്നെങ്ങനെ പൊട്ടു സംഭവം നമ്മുടെ സംഭവം പൊട്ടിത്തെറിച്ചത് എവിടെ വന്നിട്ടുണ്ടേ ചെറിയ അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ഫസ്റ്റത്തെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ച് സെറ്റ് ആക്കിയിട്ടേ നമ്മുടെ അടുത്തൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ സംഭവം പൊട്ടി പാളിസായിട്ടുണ്ട്. ഇവിടെ പോയി കാണുന്നില്ല. നല്ല സൗണ്ട് ഉണ്ട്. ഓ ഓ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇത് കൊണ്ടിട്ട് ഇതുപോലെയാണ് വെള്ളം പോകുന്നത്. നമ്മൾ വിചാരിച്ചാൽ ശരിക്കും പൊട്ടിത്തെറിക്കുന്നതാണ്. ഇപ്പൊ ഇതുപോലെ ഒരു ഹോളൊന്ന് നിറച്ച് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം നമ്മുടെ ബുള്ളറ്റ് ഇവിടെ ഒന്നും കാണാനില്ല, ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സംഭവം അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ സംഭവം ലാസ്റ്റ് ടൈം നമ്മുടെ നിബിൻ്റെ ഫ്രണ്ടിലെ ബോൾ ഊരി പോയാലും ബാക്കി ചെയ്യാൻ പറ്റിയില്ല. സംഭവം പൊട്ടിച്ചിട്ടൊന്നും പൊട്ടണ്ടായില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എല്ലാവരും ചെയ്ത് നോക്കണമെന്നൊന്നും നമ്മൾ പറയണില്ല. എന്താ പറഞ്ഞാൽ സംഭവം കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കിടിലം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ പിന്നെ ബൈ.